മുൻനിര നേതാക്കന്മാരെയും പ്രസ്ഥാനങ്ങളെയും ഒതുക്കി നിർത്തിക്കൊണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടത്. ഒരാളെ മരണക്കുരുക്കിൽ നിന്നും രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ചാണ്ടി ഉമ്മൻ. ആ ഓട്ടത്തിൽ പല പ്രതിസന്ധികളിലും അയാൾ നേരിടുകയാണ്. എത്ര പ്രതിസന്ധി വന്നാലും അതിനെയെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ആശ്വാസ വാർത്തയുമായിട്ടാണ് ചാണ്ടി ഉമ്മന്റെ വരവ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ട് എന്നാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഉറപ്പ് നൽകുന്നത്. ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നുവെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പോലീസിൽ പ്രവർത്തിക്കുന്നത് ക്രിമിനൽ സംഘമാണ്. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണം എന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. സർക്കാരിന് ജനങ്ങളുടെ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ വേഗത്തിൽ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ ഗതി എന്താകുമെന്നും ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തോടു കൂടി ഒപ്പം ചേർത്തു. നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ചാണ്ടി ഉമ്മൻ ചെറിയ ഓട്ടമെന്നുമല്ല ഓടിയത്. വധശിക്ഷയ്ക്കായി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം മുസ്ലിയാരെ പോയി കണ്ടതും വിധി മരവിപ്പിക്കുന്നവരെ കൂടെ നിന്നതും ചാണ്ടി ഉമ്മനായിരുന്നു. ഈ വിഷയത്തിൽ തന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടപ്പിലാക്കാൻ ശബ്ദമെടുത്ത ഒരു മകന്റെ പോരാട്ടം കൂടിയുണ്ട്. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിമിഷപ്രിയയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്പീക്കർക്ക് പോലും കത്തെഴുതിയിരുന്നു ചാണ്ടി ഉമ്മൻ. ബ്രിട്ടനിലെ മലയാളി MP പോയി കണ്ടു. കേന്ദ്ര സർക്കാരിന് ഇടപെടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. അവിടെ ഇന്ത്യക്ക് അംബാസിഡർ ഇല്ലാഞ്ഞിട്ടും നയതന്ത്ര ഓഫീസിലെ രണ്ടാമൻ മലയാളി അബു മാത്തൻ ജോർജ് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ബ്ലഡ് മണി കൊടുക്കാമെന്ന് ചാണ്ടി ഉമ്മൻ ഉറപ്പ് നൽകി. അങ്ങനെ ചെയ്യാവുന്നതിനപ്പുറം ചാണ്ടി ഉമ്മൻ ചെയ്തു എന്നതാണ്. ഗവർണർ രാജേന്ദ്ര അർലേക്കറും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും എല്ലാം നിർണായക ഇടപെടൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നടത്തിയിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവിനോ പോലും പറ്റാതിരുന്നിടത്തെന്ന് ചാണ്ടി ഉമ്മൻ അത് നടത്തി കാണിച്ചു എന്നതായിരുന്നു കാര്യം. ഈ വിഷയത്തിൽ തന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടപ്പിലാക്കാൻ ശബ്ദമെടുത്ത ഒരു മകന്റെ പോരാട്ടം കൂടിയുണ്ടെന്ന് നമ്മൾ ഓർക്കണം. നിമിഷപ്രിയയുടെ കാര്യത്തിൽ സന്തോഷ വാർത്തയുണ്ടായാൽ ചാണ്ടി ഉമ്മന്റെ ഗ്രാഫ് ഉയരും. അതോടെ ചാണ്ടി ഉമ്മൻ ഇറക്കിയ A ഗ്രൂപ്പ് ശക്തി പ്രാപിക്കുമ്പോൾ കോൺഗ്രസിനും കരുത്ത് ഏറുകയാണ്. താൻ വെറും നെപ്പോ കിഡ് അല്ല എന്നും ചാണ്ടി ഉമ്മൻ തെളിയിച്ചു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ 3000 വീടുകൾ ഒറ്റയ്ക്ക് കയറി കരുത്ത് കാട്ടിയ ചാണ്ടി ഉമ്മനെ നേതാക്കൾക്ക് അംഗീകരിക്കാതെ നിർവാഹമില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റെ ശബ്ദത്തിനായിരിക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബലമുണ്ടാവുക എന്നതും ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചവരെ കാര്യങ്ങൾ എത്തിച്ചതിന് ശേഷം ചാണ്ടി ഉമ്മൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്ന്. അതായത് ചെയ്ത പലതിന്റെയും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കുന്ന പല നേതാക്കന്മാരും ചാണ്ടി ഉമ്മനെ കണ്ട് പഠിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ മുന്നിൽ അവിടെ പോയാലും ക്യാമറ കൊണ്ടുപോകുന്ന ചില യൂത്തൻ നേതാക്കന്മാരും ഒന്നുമല്ലാതായി പോയി എന്നുള്ളതാണ് സത്യം.